കൂട്ടിയല്ലോ. വരൂ വരൂ വരൂ. ഡോക്ടർ അല്പം വൈകിപ്പോയി, ആളൊക്കെ പോയോ? ഏയ് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. മോളുടെ ഫ്രണ്ട്സും പിന്നെ വേറെ 1-2 ക്ലോസ് ഫാമിലീസും അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ? ഇറങ്ങാൻ നേരത്തെ ആരെങ്കിലും കയറി വരും, അത് സ്ഥിരം പതിവാ. ഡോക്ടറോട് ഞാൻ പറഞ്ഞു അപ്പു എത്താൻ ഇത്തിരി നേരം കാത്തിരിക്കേണ്ടി വരുന്ന്. കാശിക്ക് പുറപ്പെട്ട രാമേശ്വരത്ത് എത്താന്ന് അറിയണവർക്കല്ലേ അറിയൂ. എവിടെ പറഞ്ഞാളേ? അകത്തുണ്ട്, വരൂ. വരൂ വരൂ. മനസ്സിലായോ ആരാന്ന്? പിന്നെ പത്രത്തിൽ കൂടെ കൂടെ കാണാറുണ്ടല്ലോ, ഉദ്ഘാടനമൊക്കെ ബന്ധപ്പെട്ട്. കൊടുക്കുമോളെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നിങ്ങളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സിൽവർ ഹിൽസ്. വാ, ചേച്ചിമാരെയൊക്കെ പരിചയപ്പെടുത്താം. മോളെ, ഇവരുടെ വരവിന്റെ ഉദ്ദേശം പിറന്നാളുകാരിയെ കാണാന്നുള്ളത് മാത്രല്ല, ഒരു പെണ്ണ് കാണൽ കൂടിയാ. ഹരി വന്ന് അവർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒട്ടും വൈകാതെ നടത്തണം. അതിനെന്താ, അവിടുന്ന് വന്നു കിട്ടിയാ മതി. ഒക്കെ നടക്കുന്നേ. എന്തായാലും അമേരിക്കയിലല്ല, ലോകത്തിന്റെ ഏത് കോണ് പോയാലും സമാധാനമായിട്ട് കഴിയാലോ രണ്ടാക്കും. അപ്പുവിന്റെ കയ്യിലേക്കല്ലേ മോളെ ഏൽപ്പിക്കണത്. ഹലോ. നീയാ? നീ ഇത് എവിടെന്ന് മോനെ? ബോംബെന്നോ? എന്നാ പിന്നെ അപ്പേട്ടനെ വിളിച്ചൊന്ന് പറഞ്ഞൂടായിരുന്നോ? നിന്റെ ഒരു സർപ്രൈസ് ആക്കല്. അല്ല, ഈ ഫ്ലൈറ്റ് എത്ര മണിക്ക് ഇവിടെ എത്തും? അപ്പൊ അപ്പോട്ടിന് എയർപോർട്ടിന് നടുക്കുണ്ടാവും. ഇന്നിപ്പോ നേരം വെളുപ്പിക്കാൻ ഞാൻ കുറെ പാടുപെടുമല്ലോ മോനെ. ശരി ശരി, വെക്കട്ടെ. ഹരിയപ്പോട്ടാ, നീ ഉറങ്ങില്ലായിരുന്നോ? സംസാരിക്കായിരുന്നില്ലേ അവനോട്? ഇങ്ങോട്ടല്ലേ വരുന്നത്? ഞാനൊന്ന് അച്ഛനോട് പറഞ്ഞു. ഈ നട്ടപ്പാതിരിക്കോ? ഉറങ്ങിക്കോട്ടെ. അപ്പോട്ടും കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിപ്പൊ കിടന്നാലങ്ങട് ഇത്തിരി കട്ടൻ ചായ കിട്ടും. കട്ടൻ ചായയോ? 2 പെട പടക്കിയാ വേണ്ടത്. കിടക്കാൻ നോക്ക് അപ്പോട്ടാ. നീ നേരത്തെ വിളിക്കണേ. വിളിക്കാം വിളിക്കാം. ഉറങ്ങപ്പോട്ടാ. ക്ഷമിക്കണമെന്നോ? കണ്ണില്ലേ മോത്ത്? എവിടേക്കപ്പത്? താനൂർക്ക ചക്ക തിന്നാനാ പോരണോ? ഇപ്പൊ വെള്ളയും വെള്ളിട്ടും ഭ്രാന്തന്മാരിറങ്ങുവോ? ഹായ് ഹായ്. Hi man, how are you? Fine, thank you. Nice to meet you, man. How was your trip? Hi, how are you? മോനെ ഹരി. Friends, this is my one and only brother Appukutan Menon. Yeah. Not just my brother, but my mother, my guide, my teacher, my soul, my everything. We have heard a lot about you from Hari. Eta, meet my friends. Francis, Hello. Pramod, Hi. Saji, Suresh. All business freaks. എന്നാ പിന്നെ നമ്മള് പോകില്ലേ? Po. See you, man. Okay, Hari. കാണാം. Okay, man. Bye. Bye. Okay, bye. Bye. അപ്പുവേട്ടൻ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇപ്പോഴും കളഞ്ഞില്ലേ? വെള്ളയും വെള്ളയും ചെക്കന്മാര് ചെത്താനിടുന്ന പോലെ സ്റ്റൈലാക്കാനിട്ടല്ലോ മോനെ പണ്ട്. ഒന്നേ ഉള്ളെങ്കിലും ഒരുപാടെണ്ണം തോന്നിക്കാനാ. ഏട്ട സ്കൂളിലെ ചെങ്ങായിമാരോട് കുളൂസ് അടിച്ചിട്ടുണ്ട് 8-10 ഉണ്ടെന്ന്. അതില്ലാത്തപ്പോ ഇപ്പൊ ഉണ്ടല്ലോ. ഞാൻ കുറെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പുവേട്ടന്റെ ഈ വേഷം ഇപ്രാവശ്യം ഞാൻ മാറ്റും. എനിക്ക് ഈ വേഷം മതി മോനെ, നിന്റെ ഏട്ടന്റെ വേഷം. അല്ല, നീ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി നിന്നപ്പോ ഞാൻ വിചാരിച്ചു നീ നല്ല വെളുത്ത് ചൊകാന്നായിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ അത്രയും കാലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോ കറത്തിട്ട് പോകണ്ട ഏട്ടാ. ബെസ്റ്റ്. ഇംഗ്ലണ്ടിൽ നിന്ന് തലച്ചോറിന്റെ എഞ്ചിൻ പണിയും സർവീസും കഴിഞ്ഞു വന്ന് നിന്നെ ഓവർടേക്കാൻ ഞാനില്ല മോനെ. ഹരി, അമ്മയെ കണ്ട ഓർമ്മയില്ലാത്ത നിനക്ക് അവളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റാത്തത് ഒരു വേദനയായിട്ട് തോന്നുന്നില്ല. നിന്റെ അമ്മയ്ക്കൊത്ത 2 കാലുകൾ ദേ നിന്റെ മുമ്പില്. അതിലൊന്ന് തൊട്ടാ മതി. അങ്ങ് സ്വർഗത്തിലിരുന്ന് അവൾ അനുഗ്രഹിച്ചോളൂ നിന്നെ. വേണ്ട അച്ഛാ, പൊക്കല്ലേ വീണോവേ. അതൊന്നുമല്ല, നേരല്ലേ ഏട്ടാ. ലുക്ക് മിസ്റ്റർ ഹരിയളിയ, എന്താ അളിയാ? പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യണം. അതെന്താ അളിയാ? അതായത് ടൂറിസം,
ലീല ഗ്രൂപ്പിന്റെ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കണം. ഏത്? അതായത് വൈത്തരിയിൽ. അതായത് വൈത്തിരിയിലെ കണ്ണി കണ്ട മരത്തിലേക്ക് ഊഞ്ഞാലെട്ടി ആട്ടുക. അളിയാനായിരിക്കും ആട്ടുന്നത് സ്ലോ മോഷൻ. ഒന്നായിട്ട് മുഴുവൻ നീ കേട്ട് കഴിഞ്ഞാൽ തലക്ക് ബോധലുണ്ടായി പോകാ. അളിയ ടൂറിസം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമാക്കി കളയരുത്. ക്യാഷിന്റെ കാര്യം അത് ഊഞ്ഞാല് വേണേ കട്ട് ചെയ്യാം. അവര് രണ്ടാളെയും ഒരുമിച്ച് കണ്ണ് നിറച്ച് കണ്ടിട്ട് കാലം എത്രയായി. ഇന്നൊരു സന്തോഷമുള്ള ദിവസ അല്ലടോ? എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് തനിക്ക് ആക്കിയൊരു ഇളിയുണ്ട്, അതുണ്ടോന്ന് നോക്കിയതാ. കോഴിക്കോടിന്റെ മരവ്യവസായ പ്രതാപകാലമൊക്കെ കഴിഞ്ഞില്ലേട്ടാ, പിന്നെന്തിനാ ഇത് വെച്ചോണ്ടിരിക്കുന്നത്? മോനെ, ഇതിപ്പോ ഒരു ലാഭക്കച്ചവടമായിട്ടല്ല. ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവർക്ക് വേറെ പണി അറിയില്ല. അത്തരം സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യവുമില്ല. ബിസിനസ് ഇസ് ബിസിനസ്. അത് ലാഭത്തിനായിരിക്കണം, ലാഭത്തിലായിരിക്കണം. ഇതേ പ്രോബ്ലംസ് നമ്മുടെ ഹെഡ് ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ബസ് സർവീസ് കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ കട്ടപ്പുറത്തും റോഡിലോടുന്നതൊക്കെ നഷ്ടത്തിലും. എല്ലാത്തിന്റെ ഓൾ ഇൻ ഓളായ ഗണപതി സ്വാമിക്ക് ഇതുവരെ ഇതൊന്നും ഫീൽ ചെയ്തില്ലേ? എന്താ കുഞ്ഞേ? എന്തെന്നോ അപ്പൊ തന്നെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം. എല്ലായിടത്തും സ്റ്റാഫ് സ്ട്രെങ്ത് കൂടുതലാണ്. കമ്പ്യൂട്ടർ ടെക്നോളജി കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോട്ടാ അപ്പൊ തന്നെ ഒരുപാട് മണ്ടന്മാരെ തീറ്റിപ്പോരേണ്ട കാര്യം ഉണ്ടാവില്ല. ഒക്കെ നേരെയാക്കാം. നീ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. നീ പറയുന്നൊക്കെ കാര്യമായിരിക്കാം, കാര്യമാണ്. പക്ഷേ ഗണപതി സ്വാമി എന്നൊക്കെ പറയുന്നത് നമുക്ക് അച്ഛനെ പോലെയല്ലേ. നമ്മളെ സ്നേഹിക്കുന്നവരെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെയൊന്നും കളയാനും കണ്ടില്ല എന്ന് വെക്കാനും പറ്റില്ല. അതിൽ കുറച്ച് ലാഭമൊക്കെ മതി ഏത് കച്ചവടത്തിലും. ഇതേവരെയുള്ള കുറ്റവും കുറവുകളും ഒക്കെ എന്റെ കണക്കിൽ വെച്ചേക്ക്. നീ പഠിച്ചു വന്നവനല്ലേ, ഇനി അങ്ങോട്ട് നീ തന്നെ വേണം എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് നടത്താൻ. ഞാൻ ആർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഇറ്റ്സ് എ ഫാക്ട്, അത്രേ ഉള്ളൂ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. പിന്നെ നിന്നെ ഇനി അങ്ങോട്ട് ഒറ്റത്തടിയായിട്ട് വിടണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കച്ചവടത്തിന്റെ ഏടാകൂടങ്ങളൊക്കെ തലയിലേറുന്നതിന് മുമ്പ് ഒരു പെണ്ണങ്ങോട്ട് കെട്ടുക. ഏട്ടാ അതിപ്പോ ഞാൻ ഒന്നും പറയണ്ട. നാളെ ഒരു കുട്ടിയെ കാണാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് ഞാൻ ഏറ്റിരിക്കുക. ഏട്ടന് നിർബന്ധമാണെങ്കിൽ പോയി നോക്കാം. പോയി നോക്കാന്നോ? അപ്പൊ ഒരു ഉറപ്പില്ലേ? കുടുങ്ങോ? എനിക്കെന്തോ ഒരു പേടി. അവനിഷ്ടാവൂലേ? മിണ്ടാതിരിക്കെ. അപ്പൂന് അറിയോന്നറിയില്ല, ഞാനൊരു തമാശക്കാരനാ. ഇത് ഡോക്ടർ എപ്പോഴും പറയുന്നതാ. അത് ഇവരുടെ വിവരക്കേട്. അമേരിക്കൻ മലയാളീസിനൊക്കെ ഞാനൊരു തമാശ പറഞ്ഞ അതാണ് തമാശ. എന്റെ മോളെ ലീലാനിലയത്തിലേക്ക് തരാൻ തീരുമാനിച്ചത് അതെന്റെ ഒരു തോൽവി സമ്മതിക്കല. തോൽവിയോ? നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് നടന്നു കിട്ടിയാ ഞാൻ ജയിച്ചു. ആ തോൽവിയാണ് എന്റെ ജയം. അല്ല കുറുപ്പമാഷേ, തോക്കാനും ജയിക്കാനും നമ്മളുടെ തല്ലിനൊന്നും വന്നതല്ലോ, പെണ്ണ് കാണാൻ വന്നതല്ലേ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കുക. ഇവന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് പിന്നെയും പേടിയാവുന്നുണ്ടേ. ഇഷ്ടാവൂ? എന്നാ പിന്നെ ചായ കഴിക്കാം അല്ലേ? അച്ഛന്റെ കൈ പറിക്കുന്ന കണ്ടാത്തൊന്നും അച്ഛനും പെണ്ണ് കാണാൻ വന്നതാന്ന്. അല്ല, മോളൊരു തമാശക്കാരിയാണല്ലോ എന്നെ പോലെ. ഏട്ടാ 1 മിനിറ്റ്. പോവല്ലേ? എന്താ? അല്ല, ഇഷ്ടായില്ലേ? വേണ്ട, പോവാ. പക്ഷെ അതിവിടെ വെച്ച് പറയണ്ട. പറയും. വേണ്ടടാ. ഞാൻ പറയും ഇഷ്ടായി. എനിക്കിഷ്ടായിന്ന്. എന്റെ ഒരു കാര്യം ഞാൻ ബേജാറായി പോയിട്ടാ. എന്തായി? ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ രസായി. കേട്ടോ ഡോക്ടറെ, എന്റെ മോന് നിങ്ങളെ മോളെ 100 വട്ടം ഇഷ്ടായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കാം. നാടൊട്ടുക്ക് വിളിച്ചു തന്നെ വേണം കല്യാണം. കാല് പോയതോടെ
എനിക്ക് ഈ കോഴിക്കോട് അങ്ങാടി പോയില്ലടോ. അച്ഛൻ കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പോവണ്ട. കോഴിക്കോട്ട് അങ്ങാടി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഉത്സവാക്കണം, ഉത്സവം. അതാ അതിന്റെ പോയിന്റ്. ഭാരത് മോട്ടോഴ്സുകാരെ ഛേ, ഈ സാമി എന്താ ഈ പറയണേ? ഒന്ന് അടങ്ങപ്പോ. വേണം, ശിവന്റെ കാര്യം വിട്. അവന്റെ അച്ഛൻ പണ്ട് നമ്മളെ സഹായിച്ച മനുഷ്യനാ, വിളിക്കണം. എവിടെ എപ്പോഴും അച്ഛനെ കള്ളനാക്കി നമ്മളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഇവിടെ വിളിച്ചു വരുത്തി അന്നം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. 10 പാവങ്ങളെ വിളിച്ചു വല്ലം കൊടുത്താൽ അവർക്ക് അതിന്റെ നന്ദി ഉണ്ടാവും, നമുക്ക് അതിന്റെ പുണ്യം ഉണ്ടാവും. എടോ, വിവാഹം, മരണം ഇതൊക്കെ വരുമ്പോ എല്ലാം മറക്കണം. ഇങ്ങനെയൊക്കെ അല്ലേ മനുഷ്യ ജീവിതം വൃത്തിയാവുക. അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്താ അച്ഛാ ചെയ്യാ? ശിവന്റെ വീട്ടില് ഇപ്പോഴും ആ നല്ലൊരു സ്ത്രീ സുശീലേച്ച് ജീവിച്ചിരിപ്പുണ്ടേ. ഈ വീട്ടിലൊരു കല്യാണം നടന്നിട്ട് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു വേദന അവർക്കുണ്ടാവണ്ട. എഴുതിടോ, ശ്രീമതി സുശീല ഗോപിനാഥൻ, ഭാരത് മോട്ടോഴ്സ്, നടക്കാവ്, കോഴിക്കോട്. പേടിപ്പിച്ചല്ലോടി കാന്താരി. അപ്പൊ ഇതല്ലേ പരിപാടി. ഞാനിപ്പൊ അപ്പൂപ്പനോട് പറയും. കല്യാണി ചതിക്കല്ലേ? ഇത് പെണ്ണ് കണ്ടാ കഴിക്കേണ്ടൊരു മരുന്നാ. ആണോ? ആ, അതൊക്കെ ഇരിക്കട്ടെ. മോക്ക് രേവതി ആന്റി ഇഷ്ടായോ? ആ, വലിയ കുഴപ്പമില്ല. ചെറിയച്ചനോ? കുഴപ്പമില്ലല്ലേ? അതല്ല, ആന്റിക്ക് ചെറിയച്ചന് ഇഷ്ടായോ എന്ന് ചോദിച്ചോ? പറ്റിയില്ല. എന്തൊരു മണ്ടനാണ്. ഫോൺ വിളിച്ച് ചോദിച്ചൂടായിനോ? അതിന് ഫോൺ നമ്പർ ഇല്ലല്ലോ ചെറിയച്ഛന്റെ കയ്യില്. ഓ, അതൊക്കെ വാങ്ങി വെക്കണ്ടേ? ലണ്ടനിലെല്ലാം പഠിച്ചു പറഞ്ഞു തന്ന മണ്ടയില്ല. ഇതാ 9447077861. ആളുറങ്ങുന്നതിന് മുമ്പേ വിളിച്ചോ. താങ്ക് യു മാഡം. അതെ, കൂടുതൽ കൊഞ്ചി കൊളാക്കാൻ നിക്കണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോട്ടെ മോനെ. ഹലോ. ഹലോ, ഹരിയാണ്. പറഞ്ഞോളൂ. അത് അപ്പോഴത്തെ ഒരു ടെൻഷനില് ചോദിച്ചില്ല. ഇഷ്ടായോ എന്നെ? അതെന്തേ വെറും ഒരു മൂടല്ലോ ഒതുക്കിയത്? ഇഷ്ടായി. എന്നെയോ? അത്